നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ കൊല്ലത്ത് നിന്നൊരു വാർത്ത വന്നിരുന്നു. അതായത് ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ വേണ്ടി നിർബന്ധിക്കുന്നു, മുസ്ലിം മതത്തിലേക്ക് മാറാൻ വേണ്ടി വല്ലാതെ ഫോഴ്സ് ചെയ്യുന്നു. അതുപോലെ മലപ്പുറത്തെ സത്യസരണിയിൽ എത്തിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അമ്പലത്തിൽ പോകാൻ പാടില്ല, പൊട്ടു തൊടാൻ പാടില്ല തുടങ്ങിയ വലിയ നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ ഹരാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിഷയം വരുമ്പോൾ ഇതിനെതിരെ സംസാരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ലവ് ജിഹാദിന്റെ തെളിവ് ചോദിച്ച ആളുകൾക്കൊക്കെ അത് ഈ കാര്യത്തിൽ ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം. തീർച്ചയായും പാർത്ഥ, ഈ ലവ് ജിഹാദിന്റെ തെളിവ് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ മുമ്പിൽ തന്നെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി പല പെൺകുട്ടികളുമുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഏവരും കണ്ടതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം നിമിഷ ഫാത്തിമയുമായി ബന്ധപ്പെട്ടായിരുന്നു. നിമിഷ ഫാത്തിമ ആറ്റുകാൽ അമ്പലത്തിലെ ഒരു ട്രസ്റ്റിയുടെ കൊച്ചുമകളായിരുന്നു. അപ്പോ ആ പെൺകുട്ടിയെ വരെ മതപരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് അവരുടെ അമ്മ വന്ന് ബഹളം വെച്ചപ്പോൾ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സാമാന്യ ബോധമെങ്കിലും ഈ വിഷയത്തിലുണ്ടായത്. അതുപോലെ തന്നെ അഖില ഹാദിയയുടെ വിഷയം, അശോകൻ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഒരുപക്ഷെ അഖില ഹാദിയ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയായെങ്കിലും ഇവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായും അഖില ഹാദിയയുടെ പിന്നിലുള്ള അഖില ഹാദിയെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യവും അത് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ഒരു പെൺകുട്ടിക്ക് വേണ്ടി 1 കോടി രൂപയിലധികം, അല്ലെങ്കിൽ ഏത് പുരുഷനാണ് ഭാര്യ ഉണ്ടാക്കി കൊടുക്കാൻ 1 കോടി രൂപ ഒരു സംഘടന ചെലവാക്കുന്നത്? ഇതിൽ നിന്നൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കാര്യങ്ങൾ ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, കേരളത്തിലുടനീളം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള നിരവധി IS ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഹിന്ദു വിഭാഗത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്നും തന്നെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. മാധ്യമപ്രവർത്തകരടക്കം അതിന്റെ ഇരകളായി പോയിട്ടുണ്ട് എന്നും എനിക്കറിയാം. കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ, ഞാൻ പാലക്കാട് ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് എന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന, എന്റെ കൂടെയല്ല എങ്കിൽ പോലും നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന തേജസ്സിലെ ഒരു ആൾ ഇതുപോലെ തന്നെ ഈ IS പോവുകയും ഞാൻ അവിടുന്ന് 2010-12 കാലഘട്ടത്തിലൊക്കെയാണ് നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ടറായി പോരുകയായിരുന്നു. ആ സമയത്ത് പിന്നീട് ഒരിക്കൽ വന്ന് എന്നോട്, അന്നും വളരെ കമ്പ്യൂട്ടറിൽ വലിയ വൈദഗ്ധ്യമുള്ള ഒരാളായിരുന്നു, എപ്പോഴും കമ്പ്യൂട്ടർ നോക്കുന്ന ഒരാൾ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഈ ടെക്നിക്കൽ ആവശ്യം വന്നാൽ, ഞാൻ ജേർണലിസ്റ്റ് എന്നതിലുപരി ടെക്നിക്കൽ ആവശ്യം വരുമ്പോൾ എപ്പോഴും ഞാൻ സഹായം ചോദിക്കുന്ന ഒരാളായിരുന്നു, നല്ല ഒരാളായിരുന്നു. അപ്പോ യഥാർത്ഥത്തിൽ എനിക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ ഒരാൾ IS പോയി എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവസാനം ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഗൾഫിന് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, രക്ഷപ്പെട്ടല്ലോ, ഇനിയെങ്കിലും നന്നായി ജീവിക്കാലോ, ശമ്പളം ഒന്നും കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് അവസാനത്തെ സംസാരം അതാണ്. പിന്നീട് ഞാൻ അറിയുന്നത് IS ഒരു ബ്ലാസ്റ്റിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്നാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? അപ്പോ ഇത്തരം സ്ലീപ്പിംഗ് സെല്ലുകൾ പല സ്ഥലങ്ങളിലും മാധ്യമപ്രവർത്തകരുടെ അടക്കം ഉണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. സിദ്ദിഖാപ്പന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. സിദ്ദിഖാപ്പനെ ഇപ്പോ പത്രപ്രവർത്തക യൂണിയൻ അടക്കം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്തരം ചില ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം അഴിമുഖം എന്ന് പറയുന്ന പോർട്ടലിന് ലോകത്തെവിടെയും റിപ്പോർട്ടർമാരില്ല. തിരുവനന്തപുരത്ത് പോലും റിപ്പോർട്ടർ ഇല്ലാത്തടത്ത് ഡൽഹിയിലേക്ക്, UP ഒക്കെ പോകുന്നു, അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കൂടെ ഉള്ളവരെ എല്ലാം പിടിക്കപ്പെടുന്നു. കൂടെയുള്ളവരെല്ലാം പിടിക്കപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ അനാവരണം ചെയ്യപ്പെടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ട്. ഇതിന്റെ ആദ്യ ശ്രമം തുടങ്ങിയ ലവ് ജിഹാദ് തന്നെയാണ്. പെൺകുട്ടികളെ ആസൂത്രിതമായി പ്രണയം നടിച്ച് മതപരിവർത്തനം നടത്തി അതിനുശേഷം ഈ പെൺകുട്ടികളെ വീട്ടുകാർ പോലും ചിലപ്പോൾ ഒരുപക്ഷെ തിരിഞ്ഞു നോക്കില്ല. ഇപ്പോ അഖില ഹാദിയയുടെ വിഷയത്തിലാണെങ്കിലും നിമിഷ ഫാത്തിമയുടെ വിഷയത്തിലാണെങ്കിലും നിമിഷ ഫാത്തിമ പോയി കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ സമയത്താണ് അവർക്ക് സംശയം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഹിന്ദു ആണെങ്കിലും അവർക്ക് ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നതിനോ അയാളുടെ കൂടെ താമസിക്കുന്നതിനോ പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞവരാണല്ലോ ഹിന്ദുക്കൾക്കൊക്കെ. മതേതരത്വമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾ എവിടെ പോയാലും ഒന്നുമില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് ബിന്ദു അവൾ സുഖമായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് ബിന്ദുവിന് മകളെ കിട്ടാതെ വരികയും പിന്നീടാണ് ബിന്ദുവിന് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി തുടങ്ങിയത്. അപ്പോഴാണ് ബിന്ദു പ്രശ്നവുമായി വന്നത്. അപ്പോഴേക്കും ഇവിടം വിട്ടു പോയി കഴിഞ്ഞിരുന്നു ഈ പെൺകുട്ടി. അപ്പൊ അതിനുശേഷം എന്നാൽ അശോകന്റെ കാര്യത്തിൽ അശോകൻ വളരെ കൃത്യമായി ഇടപെടൽ നടത്തി ഒരുപാട് പണം ചിലവഴിച്ചുകൊണ്ട്, കാരണം സുപ്രീം കോടതി വരെ അശോകനെ പോലെ ഒരാൾ പോകണമെങ്കിൽ എത്രത്തോളം ധനം അദ്ദേഹം ചിലവാക്കിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അദ്ദേഹം തന്റെ മകൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അശോകന്റെ മകളെ കേരളത്തിൽ ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ആദ്യ വിവാഹം കഴിച്ചത് വെയ്റ്റു നിക്കാഹ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണൊക്കെ പറഞ്ഞെങ്കിലും ഏതായാലും കുറച്ചു കാലം ഇയാളെ കാണാനുണ്ടായിരുന്നു. ഇപ്പൊ അയാൾ എവിടെയാണെന്ന് അറിയില്ല. അയാൾ മറ്റൊരാൾക്ക്, ഒരു പ്രായമായ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നത്. അയാൾക്ക് നല്ല മാനസികാവസ്ഥ പോലും ഇല്ലാത്ത ഒരാളുടെ കൂടെയാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പോയാൽ
തിരിച്ചു വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, തിരിച്ചു കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇനി അതുമല്ല, നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നിരവധി പേരുണ്ട്. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടുകാർക്കും ഇത് മനസ്സിലാവുന്നില്ല. ഇപ്പോ കുറെ പേരെ മതപരിവർത്തനം നടത്തിപ്പോയ ചില ആൾക്കാരെ, ഇപ്പൊ നമുക്കറിയാം ശ്രുതി ഭട്ട് അടക്കമുള്ള ചില ആൾക്കാരെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർഷവിദ്യാ സമാജത്തിലെ പെൺകുട്ടികൾ, അവിടുത്തെ പ്രചാരകരായി വന്നിട്ടുള്ള പെൺകുട്ടികൾ അടക്കമുള്ളവർ അവരുടെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ് സമൂഹത്തോട് അവരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് പക്ഷേ ചിലതൊക്കെ ഈ ലവ് ജിഹാദ് എന്ന് പറയാമെങ്കിലും ലവ് ജിഹാദ് എന്ന കാറ്റഗറിയിൽ പെടുത്താമോ എന്നറിയില്ല. പലതരത്തിൽ ഇന്റലക്ച്വൽ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്. ഇപ്പൊ നാർക്കോട്ടിക് കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്ന പെൺകുട്ടികൾ എല്ലാം ഏതെങ്കിലും ഒരാൾ, പെൺകുട്ടിയോ പുരുഷനോ, ഒരാൾ ഹിന്ദു ആയിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ നമുക്കുണ്ടാകുന്ന ത്രെട്ടുകളെ മനസ്സിലാക്കാൻ ഹൈന്ദവ സമൂഹത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും സമൂഹം ചർച്ച ചെയ്ത വിഷയമായിട്ടും പിന്നെയും പിന്നെയും നമ്മുടെ പെൺകുട്ടികൾ എങ്ങനെയാണ് ആ വലയിൽ തന്നെ പോയി വീഴുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഒരാൾ പോലും അക്കൂട്ടത്തിൽ മതേതര സ്വഭാവമുള്ള ഒരാളെ പോലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. 90% ആൾക്കാരും ഈ പറയപ്പെടുന്ന ഈ വിഭാഗത്തിലുള്ളവർ, അവിടേക്ക് ആരെങ്കിലും പെൺകുട്ടികൾ പോയാൽ, അവരെ വിവാഹം കഴിച്ച് കൊണ്ടുപോയാൽ തന്നെ അവർ മതം മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും ഒരു ഗൗരവം ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അവസാനം ഇപ്പൊ കൊല്ലത്തെ പെൺകുട്ടി പറയുന്നു അവളെ പ്രണയം നടിച്ചു, വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. ഏതായാലും അതുകൊണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നേ പറയാൻ കഴിയൂ. കാരണം ഇത്തരത്തിലുള്ള ഇനിയും ഇത്തരം വിഷയങ്ങൾ ചർച്ചയായിട്ട് പോലും കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ ഒരു ജാഗ്രത പുലർത്തുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെങ്കിലും നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ കുട്ടികളെ വളരെ കൃത്യമായി തന്നെ കുട്ടികൾക്ക് വരുന്ന അപകടങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അപകടങ്ങൾ പല രൂപത്തിൽ വരാം. അപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാൽ ക്രിസ്ത്യൻസും ഈ വിഭാഗത്തിൽ പെട്ടുപോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയും ക്ലാസ്സുകളും മോറൽ ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. ഹിന്ദുക്കളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഏകീകൃത രൂപമില്ല. ഇപ്പൊ ബാലഗോകുലം ഉണ്ട് എന്ന് പറഞ്ഞാൽ ബാലഗോകുലത്തിൽ പോകരുത് എന്നാണ് 90% ആൾക്കാരും മറ്റുള്ള ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. പക്ഷെ ബാലഗോകുലത്തിലൊന്നും മറ്റൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാനൊരു ബാലഗോകുലം പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കറിയാം. ഞാൻ ബാലഗോകുലത്തിലൂടെ ഒക്കെ വളർന്നു വന്ന ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഒരിക്കലും ഇത്തരം അപകടങ്ങളിലേക്ക്, കള്ളു കുടിക്കാനോ അല്ലെ കഞ്ചാവ് അടിക്കാനോ അത്തരം അപകടങ്ങളിലേക്ക് പെട്ടുപോകരുത് എന്ന നിതാന്ത ജാഗ്രത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അപകടങ്ങളെ മറികടന്നുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഈ ജീവിച്ചു പോയിട്ടുള്ളത്. അപ്പോ നമ്മുടെ കുട്ടികളെ അത്തരത്തിൽ മാറ്റിയെടുക്കുക, നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഈ കള്ളും കഞ്ചാവും അതുപോലെ തന്നെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ട്രെയിനിങ് പോലും കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഈ പെൺകുട്ടി ഇപ്പോ ഇത് പറയാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പോ വളരെ കുറച്ചാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നിരോധനത്തിന് ശേഷം വളരെ കുറവാണ് കാര്യങ്ങൾ. പണ്ടൊക്കെ എന്ന് ചോദിച്ചാൽ, ഇനി സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടോ എന്ന് അറിയില്ല, എങ്കിൽ പോലും കുറവാണ്. പക്ഷേ പണ്ടൊക്കെ ഇപ്പൊ അഖിലഹാദിയുടെ വിഷയമൊക്കെ വന്ന സമയത്ത് ഹൈക്കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതോ ഒരു കോണിൽ നിന്നൊക്കെ ഇവർക്ക് സഹായം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു വിവാഹത്തിന് ലക്ഷക്കണക്കിന് ഒരു 2 പേരെ ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നു, ഒരു ഹേബിയസ് കോർപ്പസിൽ ഹാജരാക്കുമ്പോൾ ഒരു 1,00,000 പേരൊക്കെ എങ്ങനെയാണ് ഹൈക്കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടുക? അപ്പൊ അതിലൊക്കെ പിന്നീട് പറയുന്നത് പ്രണയത്തിന്റെ പേരിലാണ്, അയാളുടെ പ്രണയത്തിന് നിത്യസ്മാരകം തീർക്കാൻ 1000 പേരോ 10,000 പേരോ ഒക്കെ ആരുടെ കൂടെങ്കിലും നിൽക്കുമോ? അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇത് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലവ് ജിഹാദ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോ ഈ ഓരോ വിഷയങ്ങൾ ചർച്ചയാകുമ്പോഴും നമ്മൾ ഇതൊക്കെ ചർച്ചയാക്കും. പക്ഷേ ഇതൊക്കെ ചർച്ചയാകുമ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര ജാഗ്രത പുലർത്താൻ കഴിയുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾ അതിനുള്ള ശ്രമം നടത്തുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ മതേതരത്വത്തിന്റെ മുഖംമൂടി. ഇപ്പൊ അശോകൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അശോകൻ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അശോകനൊപ്പം നിന്നില്ല. അശോകന്റെ കമ്മ്യൂണിസമാണ് അശോകനെ അശോകന്റെ മകളെ ഒരുപക്ഷെ വഴിതെറ്റി ഇവിടേക്ക് വിടാനുള്ള കാരണമായതെന്ന് പോലും ഞാൻ സംശയിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാർ പറയല്ലോ മതമില്ല ജാതിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മതവും ജാതിയും ഒക്കെ അവർക്ക് ബാധകമാകുക ഒരുപക്ഷെ മറ്റ് ഉയർന്ന ആൾക്കാർക്ക്, ഇപ്പൊ നേതാക്കന്മാരുടെ മക്കൾക്ക് മതവും ജാതിയും ഇല്ല എന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് മതം മാറുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവരങ്ങ് ജീവിച്ചു പോകും. പക്ഷെ താഴെത്തട്ടിലുള്ളവരുടെ അവസ്ഥ അതല്ല. എനിക്കറിയാം, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഒരു മേനോൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു. ആ മുസ്ലിമിനെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ വീട്ടിൽ മതപരിവർത്തനം വളരെ നിർബന്ധമായിരുന്നു. ഒരിക്കലും അവൾക്ക് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ മറ്റൊരു സ്ഥലത്ത്, ഇപ്പൊ തൃശ്ശൂരുള്ള പെൺകുട്ടി പാലക്കാട് വാടക വീടെടുത്ത് താമസിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ആ പയ്യൻ വലിയ കുഴപ്പമില്ലാത്ത ഒരാളായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് എനിക്കറിയില്ല, ഇപ്പൊ മതം മാറിയോ എന്നറിയില്ല. കാരണം ആ വീട്ടിലേക്ക്, അതായത് ആ കുടുംബത്തിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ, അയാളുടെ ഫാമിലിയിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ മതം മാറ്റം തന്നെ വേണം എന്നവർ ശഠിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം.
പക്ഷെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പറയുന്ന സമയത്തും മറ്റുള്ള ആളുകൾ, അതായത് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയവും സുപ്രീം കോടതിയും ഒക്കെ ഇത്തരത്തിലൊരു കാര്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അത് ഈ ലവ് ജിഹാദ് എന്നൊരു വാക്ക് FIR വരാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിലൊരു അതെ പറയാനുള്ളത്? അതെ 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 തീർച്ചയായും ലവ് ജിഹാദ് എന്നൊരു വാക്കില്ല, അത് സത്യമാണ്. അത് FIR ഇടാനും കഴിയില്ല. ലവും ജിഹാദുമാണ് രണ്ടും ഓപ്പോസിറ്റ് അർത്ഥമുള്ള രണ്ട് വാക്കുകൾ കോയിൻ ചെയ്തുണ്ടാക്കിയതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വാക്കുകൾ തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു വാക്ക് നിലവില്ലാത്തത് കൊണ്ടുമാണ് ലവ് ജിഹാദ് എന്ന് ഇല്ല എന്ന് പറയാൻ ആഭ്യന്തര വകുപ്പിന് അങ്ങനെ പറയാൻ കഴിയും ആഭ്യന്തര വകുപ്പിന്. പക്ഷെ ഈ പ്രതിഭാസം അത് നടക്കുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനം, പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി നിർബന്ധിതമായി ഒന്നുകിൽ പ്രണയം നടിച്ചുകൊണ്ട് ആ പ്രണയത്തിന്റെ പേരിൽ, ഇല്ലെങ്കിൽ വിവാഹം കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വേണം, മതപരിവർത്തനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നോക്കി എവിടെയെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നേ ഒരു സംശയം. നമുക്കറിയുന്ന എത്രയോ പേര് എങ്ങനെ ഉണ്ടാവും. ഞാൻ തന്നെ പല കേസുകളും നടത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3-4 കേസ് ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ്, കോഴിക്കോട് KMCT എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി, ഒരു പട്ടികജാതി പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ കേസ് ഞാനാണ് നടത്തിയത്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ആ കേസ് ഞാനാണ് നടത്തിയത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ വളരെ അടുത്ത ബന്ധുവായിരുന്നു അതിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ. അപ്പൊ അതിൽ പോലും മനുഷ്യാവകാശ പ്രവർത്തകരായ ചിലർ ആ പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാനും അത്തരത്തിലുള്ള ശ്രമങ്ങൾ അതിൽ നടത്തിയിരുന്നു. പിന്നെ വേറൊരു പെൺകുട്ടിയുടെ കേസും ഇതുപോലെ തന്നെ, തിരുവനന്തപുരത്തുള്ള മറ്റൊരു പെൺകുട്ടി, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത അതൊരു പട്ടികജാതി പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കേസ് ഞാനാണ് നടത്തിയത്. പിന്നെ ശംഖുമുഖത്ത് ആയിരുന്നു. ACP ജവഹർ ജനാർദ്ദൻ ആ കേസിനെ കുറിച്ച് അറിയാം. അപ്പൊ അങ്ങനെ പല കേസുകളും ഞാൻ ഈ വിഭാഗത്തിൽപ്പെട്ട് മറ്റൊരു മിലിറ്ററിയിലെ വനിതാ ഓഫീസറുടെ മകൾ, തിരുവനന്തപുരത്തുകാരി ഒരു വനിതാ ഓഫീസറുടെ മകൾ, അവരും ആ കേസും അതുപോലെ തന്നെ ആ വിഷയത്തെക്കുറിച്ചും എനിക്ക് ഗൗരവകരമായി അറിയാം. കാരണം PK സൈനമെ അടക്കമുള്ളവരുടെ സഹായം തേടി അവർ സത്യസരണിയിൽ പോയി കാണാൻ ശ്രമിച്ചപ്പോഴും കാണാൻ പറ്റിയില്ല. അവർ ഹൈക്കോടതിയുടെ സഹായം തേടി. അപ്പൊ ആ സമയത്ത് എനിക്ക് ആ കേസും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ തന്നെ എനിക്ക് തന്നെ ഏതാണ്ട് പിന്നെ ഞാൻ തൃശ്ശൂർ ജോലി ചെയ്തിരുന്ന കാലത്ത് അടിക്കടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ മരണങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ ഇതിന്റെയൊക്കെ അവസാനം ചെന്നിട്ട് ഇത്തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനവും മതം മാറ്റവും ഒക്കെ ബന്ധപ്പെട്ട പ്രണയം നടിച്ചു കൊണ്ടുപോയതുമൊക്കെയായി ബന്ധപ്പെട്ട് തന്നെയാണ്. എനിക്ക് തന്നെ ഏതാണ്ട് ഒരുപാട് കേസുകളെ കുറിച്ച് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ പെൺകുട്ടികളുടെ വിവരങ്ങളൊന്നും പറയുന്നില്ല. അതിലോ ഈ പറയപ്പെടുന്ന റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച പെൺകുട്ടിയെ, ക്ഷമിക്കണം, KMCT പഠിച്ച പെൺകുട്ടിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടി നന്നായി ജീവിക്കുന്നു. മറ്റേ പെൺകുട്ടിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ആ പെൺകുട്ടി വളരെ പോകണം എന്നുള്ള ലെവലിൽ തന്നെ അവസാന നിമിഷം വീണ്ടും ആദ്യഘട്ടത്തിൽ കേസൊക്കെ കൊടുത്തെങ്കിലും പിന്നീട് ആ പെൺകുട്ടിക്ക് അയാളോടൊപ്പം പോകണം എന്നും ആ SC/ST അട്രോസിറ്റി നിയമം നിലനിൽക്കുന്നതുകൊണ്ട് അയാൾ വിവാഹം കഴിച്ചു കൊണ്ടുപോകാനും ഒക്കെ ശ്രമിച്ചു. അതോടുകൂടി ഞാൻ ആ പെൺകുട്ടിയുമായുള്ള ഒരു അടുപ്പം അവസാനിപ്പിച്ച്, അത് പോലീസ് സ്റ്റേഷൻ വഴി തന്നെയാണ്. ഞാൻ അവിടെ എന്റെ ലോക്കൽ ഗാർഡിയൻഷിപ്പിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഒരു പ്രശ്നത്തിന്റെ പേരിൽ അകപ്പെട്ടപ്പോൾ ഞാനാണ് ആ പെൺകുട്ടിയെ സംരക്ഷിച്ചത്. അങ്ങനെ അത് ഞാൻ പോലീസ് സ്റ്റേഷൻ വഴി തന്നെ, നെടുമങ്ങാട് സ്റ്റേഷൻ വഴി തന്നെ എഴുതി വെച്ച് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറഞ്ഞു വിട്ടൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എവിടെയാണെന്ന് അറിയില്ല. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇപ്പൊ അറിയില്ല. കാരണം ആ പെൺകുട്ടിക്ക് മറ്റാരും ഇല്ല. അതുകൊണ്ട് അറിയാനുള്ള ഒരു മാർഗങ്ങളും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പെൺകുട്ടികൾ പെട്ടുപോകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇതൊരു വലിയ പ്രതിഭാസമായി തന്നെ നിലനിൽക്കുകയാണ്. പല പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ചിലർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല, ചിലർ അകപ്പെട്ടു പോകുന്നു. അത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സമൂഹം കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ കുട്ടികളെ കുറച്ചുകൂടി ട്രെയിൻഡ് ആക്കി മറ്റ് അപകടങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമം നടത്തണം. കുട്ടികളെ ശ്രദ്ധിക്കണം, കുട്ടികളോട് അടുത്തിടപഴകണം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് കേരളത്തിലെ മുന്നണികളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്നുകൂടിയാണ് ഇത്തരം വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഒരുപാട് നന്ദി.